ഹലോ ഫ്രണ്ട്സ്, 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹിന്ദിയിലെ ഘർ എന്ന പാഠത്തിൻ്റെ 2 ആക്ടിവിറ്റീസ് പരിചയപ്പെടാം. സെഗ സ്റ്റഡീസിൻ്റെ ഒരു വ്യൂവർ ചിപ്കലിയുടെ ലെറ്റർ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഇത് പ്രയോജനപ്പെടും. നമുക്കപ്പോൾ ആക്ടിവിറ്റീസിലേക്ക് പോകാം. പ്രകൃതി സബ്കാ ഘർ ഹെ, ലഘുലേഖ് തയ്യാർ കരെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ലഘുലേഖ് തയ്യാർ കരെ, ഒരു ചെറിയ ലേഖനം തയ്യാറാക്കാനാണ്. വിഷയം പ്രകൃതി എല്ലാവരുടെയും വീടാണ്. നമുക്ക് ആൻസറിലേക്ക് പോകാം. പ്രകൃതി സഫി ജീവോം കാ ഘർ ഹെ, പ്രകൃതി എല്ലാ ജീവജാലങ്ങളുടെയും ഭവനമാണ് അല്ലെങ്കിൽ വീടാണ്. പ്രകൃതി ഹമേം വായു, ശുദ്ധജൽ, മിട്ടി അവർ ഹരിത് വനസ്പതി പ്രദാൻ കർത്തി ഹെ. അവിടെ ശുദ്ധജൽ എന്ന വാക്ക് കഴിഞ്ഞിട്ട് ഒരു കോമ കൂടി ഇടണം കൂട്ടുകാരെ. നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ടൈപ്പ് ചെയ്തപ്പോൾ കോമ ഇടാൻ വിട്ടുപോയതാണ്. പ്രകൃതി നമുക്ക് വായു, ശുദ്ധജൽ, ശുദ്ധജലം, മിട്ടി മണ്ണ്, അവർ ഹരിത് വനസ്പതി പച്ചപ്പ് മുതലായവ നൽകുന്നുണ്ട്. പ്രകൃതി കെ ബിന മനുഷ്യ ക അസ്തിത്വ സോച്ചാഫി നഹി സക്തെ. പ്രകൃതി ഇല്ലാതെ മനുഷ്യൻ്റെ അസ്തിത്വം സങ്കല്പിക്കാൻ പോലും കഴിയില്ല. പ്രകൃതി മനുഷ്യ കെ ലിയെ നഹി ബൽക്കി സഫി ജീവ് ജന്തുओं के लिए घर है. മനുഷ്യന് മാത്രമാണോ പ്രകൃതി? അല്ല, ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി ഭവനമാണ്. इसलिए हमें പ്രകൃതി का सम्मान करना चाहिए. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതി എന്താണ് ബഹുമാനത്തോടു കൂടി കാണണം. കൂട്ടുകാർക്ക് ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. പ്രകൃതി का संरक्षण के लिए സാമൂഹിക പ്രയാസ് करना चाहिए. സാമൂഹിക പ്രയാസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കൂട്ടുകാരെ? കൂട്ടായ പരിശ്രമം എന്നാണ് അർത്ഥം. പ്രകൃതിയെ സംരക്ഷിക്കാൻ, പ്രകൃതിക്ക സംരക്ഷൺ കേലിയെ, പ്രകൃതിയെ സംരക്ഷിക്കാൻ കൂട്ടായ പരിശ്രമം വേണം. ചോട്ടെ ചോട്ടെ കദം ജയ്സെ. എന്താ ചോട്ടെ ചോട്ടെ കദം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നടപടികൾ. എങ്ങനത്തെയാ? ചോട്ടെ ചോട്ടെ കദം ജയ്സെ വൃക്ഷാരോപൺ. വൃക്ഷാരോപൺ കൂട്ടുകാർക്ക് പുതിയ വാക്കാണോ? ഇത്രേ അർത്ഥമുള്ളൂ. പ്ലാന്റിംഗ് ട്രീസ്, മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. ജൽ കി ബച്ചത്ത്, അനാവശ്യമായി ജലം പാഴാക്കി കളയുന്നത് ഒഴിവാക്കുക, അതായത് ജലം സംഭരിച്ച് വയ്ക്കുക. അവർ കച്ചരേക്ക സഹി നിപട്ടാൻ, മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ നീക്കം ചെയ്യുക മുതലായ ചെറിയ ചെറിയ നടപടികളിലൂടെ എന്ത് ചെയ്യാൻ കഴിയും? ഹമേം പ്രകൃതിക്ക് സുരക്ഷാമേം മദത് കർ സക്തേ ഹേ. ഈ ചെറിയ നടപടികളിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് സഹായിക്കാൻ കഴിയും. ആനെ വാലി പീഡിയോം കെ ലിയെ ഹമേം പ്രകൃതി കാ സംരക്ഷൺ കർനാ ചാഹിയെ. ആനെ വാലി പീഡി എന്താണ്? വരും തലമുറ. വരും തലമുറയ്ക്കായി നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. യാദ് രഖിയെ പ്രകൃതി സബ്കാ ഘർ ഹെ और इसे सुरक्षित रखना हम सबकी जिम्मेदारी है. യാദ് രഖെ, ഓർക്കുക. പ്രകൃതി സബ്കാ ഘർ ഹെ, പ്രകൃതി എല്ലാവരുടെയും വീടാണ്. ഇസെ സുരക്ഷിത രഖന, ഇതിനെ സംരക്ഷിക്കേണ്ടത് ഹം സബ്കി സിമ്മേദാരി ഹെ, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കൂട്ടുകാർക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ടാണ് ലഘുലേഖ തന്നിരിക്കുന്നത്. പഠിക്കാൻ എളുപ്പമാണ്. ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അടുത്തത് ലെറ്ററാണ്. നമ്മുടെ ചിപ്കലി കൂട്ടുകാരിയായ ഗർഗിഡിന് എഴുതുന്ന ഒരു കത്താണ്. നമുക്കെങ്ങനെ കത്ത് തയ്യാറാക്കുന്നതെന്ന് അറിയാമല്ലോ. ആദ്യം സ്ഥാൻ താരിഖ് വയ്ക്കുക. പ്രിയ സഹേലി, പ്രിയ സഹേലി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ്? നമ്മുടെ ചിപ്കലി ഗർഗിഡിനെ വിളിക്കുന്നതാണ് പ്രിയ കൂട്ടുകാരി. നമുക്ക് കത്തിലേക്ക് പോകാം. പ്രിയ സഹേലി കൈസേ ഹോ, ആശാ കർത്തേ ഹേ തും ഖുഷ് ഹോ. പ്രിയ സുഹൃത്തേ, തും കൈസേ ഹോ, നിനക്ക് സുഖമാണോ? ആശാ കർത്തേഹും
തും ഖുഷ് ഹോ, നിനക്ക് സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ് മേം നയേ ഘർ മേ ഹൂം, ഞാനിപ്പോൾ പുതിയ വീട്ടിലാണ്. പെഹലെ മേം ശാന്തിദാസ് കെ സാത്ത്, ആദ്യം ഞാൻ ശാന്തിദാസിൻ്റെ കൂടെ. കുച്ച് ദിൻ രഹി തി, കുറച്ചുനാൾ ശാന്തിദാസിൻ്റെ കൂടെ ആയിരുന്നു. വേ മുझे देखते ही ചില്ലാത്തി തി, അവൾ എന്നെ കാണുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? ചില്ലാത്തി തി, നിലവിളിക്കുമായിരുന്നു. അബ് മേ നയേ ഘർ മേ സകുശൽ ഹൂം, ഞാനിപ്പോൾ പുതിയ വീട്ടിൽ എങ്ങനെയാണ്? സുരക്ഷിതയാണ്. ഞാനിപ്പോൾ പുതിയ വീട്ടിൽ സുരക്ഷിതയാണ്. അടുത്ത പാരഗ്രാഫിൽ നമുക്ക് ഫർഹാദിൻ്റെ കുറച്ച് ഗുണഗണങ്ങൾ എഴുതി ചേർക്കണം. മാലിക് ഫർഹാദ് ഏക്ക് സീദേ സാദാ ആദ്മി ഹേ, ഉടമയായ ഫർഹാദ് ഒരു സീദാ സാദാ, ഒരു ലളിതനായ ലാളിത്യമുള്ള ഒരു മനുഷ്യനാണ്. കൂട്ടുകാർ ഇതിന് ശേഷം ഞാൻ ഫർഹാദിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഫർഹാദിൻ്റെ ഗുണഗണങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. അതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതായത് ഫർഹാദ് എന്താണ്? ചാടൂലേക്കർ ചിപ്കലിയോങ്കെ പീച്ച് ജാനെ വാല ആദ്മി നഹീന്തേ. പിന്നെ എന്താണ്? ഘർ കെ സബ് ജീവ് ജന്തുओं വഹ് അപ്ന പരിവാർ മാൻതേ ഹേ തുടങ്ങിയ സെൻറ്റൻസ് കൂടി എഴുതി ചേർക്കാവുന്നതാണ്. അടുത്തത് മേര ബച്ചാ കുച്ച ജീവൻ യഹാം ബിതാന ചാഹത്തി ഹൂം. പിന്നെ എന്താ ചിപ്കലി പറയുന്നത്? ഞാൻ എൻ്റെ അവശേഷിച്ച, അതായത് ഇനിയുള്ള ജീവിതകാലം മുഴുവനും ഞാനിവിടെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. തുമാര പരിവാർ മേ സബ് കുശൽ ഹേന, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും സുഖമാണോ? സബ് കാ പ്യാർ, എല്ലാവരോടും സ്നേഹം അറിയിക്കുക. തുമാരി സഹേലി, നിങ്ങളുടെ കൂട്ടുകാരി. പിന്നെ ഒപ്പ്, പിന്നെ ചിപ്കലി എന്നുള്ള പേര് എഴുതി കത്ത് പൂർണ്ണമാക്കുക. കൂട്ടുകാർ മറക്കാതെ കുറച്ചുകൂടി സെൻറ്റൻസ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഞാൻ മുമ്പ് നോട്ട്സ് തന്നതിന് പ്രകാരം ഫർഹാദിൻ്റെ ക്യാരക്ടർ സ്കെച്ചിനകത്തു നിന്നുള്ള ഫർഹാദിൻ്റെ ഗുണഗണങ്ങൾ വേണം അവിടെ എഴുതി ചേർക്കാനുള്ളത്. കൂട്ടുകാർക്ക് 2 ആക്ടിവിറ്റീസ് നല്ലപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് സെഗ സ്റ്റഡീസ്.